ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കോസി കോർണർ. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പർപ്പിൾ തീൻ്റെ ജേണൽ സെറ്റ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. ഇതിൻ്റെ അകത്താണ് ഈ ഫസ്റ്റ് തന്നെ വരുന്ന മെമോ പാഡാണ്. 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെമോ പാഡ് ഇതിൻ്റെ അകത്ത് വരുന്നതാണ്. നമുക്കിതിൻ്റെ അകത്ത് മെമോ പാഡോ, ചെക്ക് ലിസ്റ്റോ, ടു ഡു ലിസ്റ്റോ, റൂട്ടോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് എഴുതി വയ്ക്കാവുന്നതാണ്. ഈ ഒറ്റ സെറ്റിൽ തന്നെ 346 പീസസ് വരുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. നമുക്ക് അടുത്തതായിട്ട് വരുന്നത് 2 വാഷി ടൈപ്സാണ്. ഒരെണ്ണം എന്ന് പറയുന്ന ഒരു പാറ്റേണും കൂടാതെ ഒരു കോട്ടുമായിട്ട് വരുന്ന ടൈപ്പാണ്. രണ്ടാമത്തേന്ന് പറയുന്ന ഒരു പ്ലെയിൻ ഡാർക്ക് ബ്ലൂ തീമിലുള്ള ഇരുന്നാണ്. അടുത്തെന്ന് പറയുന്നത് ഒരു പോസ്റ്ററാണ്. നിങ്ങൾക്ക് ഈ ജേർണൽസ് ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടപ്പെടുന്നതാണ്. കാരണം ഇതിനകത്ത് കുറേ വെറൈറ്റി ടൈപ്സ് ഓഫ് സെറ്റ് പല പാക്കറ്റിലും പല തരത്തിലുള്ള സാധനങ്ങളാണ്. ചിലതിൻ്റെ പേര് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അത്രയ്ക്കും പൊളിയാണ്. കാരണം ഇതിൻ്റെ ബോർഡ് തന്നെ നല്ല കട്ടിയുള്ളൊരു ടൈപ്പ് രീതിയിലുള്ളതാണ്. കൂടാതെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഏത് തീമിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എസ്തറ്റിക്കെന്നോ കവായോ ക്യൂട്ടോ അങ്ങനെ ഏത് തീമിൽ വേണമെങ്കിലും നമുക്ക് ചെയ്ത് പല തരത്തിലുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അടുത്തതെന്ന് വരുന്നത് കുറച്ച് എസ്തറ്റിക് ആയിട്ടുള്ള പർപ്പിൾ തീംഡ് പോസ്റ്റേഴ്സാണ്. എനിക്ക് ഈ പർപ്പിൾ തീംഡ് ഇതെല്ലാം ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും പർപ്പിൾ തന്നെ ചൂസ് ചെയ്യുന്നത്. അത് പല തീം ഉണ്ടായിരുന്നു. പിന്നെ അതുണ്ടോ പല ഡിഫറെൻറ്റ് രീതിയിലുള്ള നമുക്ക് പോസ്റ്റേഴ്സ് വരുന്നുണ്ട്. അടുത്തതെന്ന് പറയുന്നത് കുറച്ച് സ്റ്റിക്കേഴ്സാണ്. അതായത് ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കേഴ്സും വരുന്നുണ്ട്. ഫസ്റ്റ് ഇങ്ങനെ സൺസെറ്റ് രീതിയിൽ വരുന്നുണ്ട്, ഇങ്ങനെയും വരുന്നുണ്ട്. പിന്നെ ഒരു കോട്ട് രീതിയിലും വരുന്നുണ്ട്. പിന്നെ പല ടൈപ്പ് രീതിയിലുള്ള പർപ്പിൾ തീം, ഒരു സർക്കിൾ തീമിലും ചെയ്യുന്നത്. ഇത് കുറച്ച് കോഡ് സ്റ്റിക്കേഴ്സ് ഉണ്ട്, അത് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ, എന്നാലും അങ്ങനെ. ഇത് പിന്നെ ഒരു ലെറ്ററൊക്കെ എഴുതി വയ്ക്കാം. നമുക്ക് ടൈം ക്യാപ്സ്യൂളൊക്കെ ഇതിൻ്റെ അകത്ത് അതിൻ്റെ ലെറ്ററൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് എഴുതി വയ്ക്കാം. അങ്ങനെ ഓരോ രീതിയിലും പല രീതിയിലും ചെയ്യാൻ പറ്റും. ഇതും കുറച്ച് പോസ്റ്റേഴ്സ് തന്നെയാണ്, ഇച്ചിരി കൂടി വലുതാണെന്നേ ഉള്ളൂ. അടുത്തതെന്ന് പറയുന്നത് കുറച്ച് സ്റ്റാമ്പാണ്. ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പറയണം. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ തന്നെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വരുന്നുണ്ട്. അതും കുറേ ഇതുണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നു 346 പീസസ് വരുന്നുണ്ട്. അടുത്തെന്ന് പറഞ്ഞാൽ കുറച്ച് പോസ്റ്റേഴ്സാണ്. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. ഇതിൻ്റെ അകത്തുള്ള ഓരോ ഐറ്റംസും ഞാൻ നല്ല സന്തോഷത്തോടും തുറന്നതാണ്. അത് ഞാൻ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ആദ്യമേ വന്നപ്പോൾ ഞാൻ ജേണലൊക്കെ ചെയ്ത് ഞാൻ കുറേ ജേണൽ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ കുറേ പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ട്. ലാസ്റ്റത്തെ ഇച്ചിരി വലുതായിട്ട് തന്നെ എടുക്കാൻ ഇച്ചിരി എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെ അവസാനമൊക്കെ ഞാൻ എടുക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ കിട്ടി അവസാനം ലാസ്റ്റ് ഉണ്ട്. ഇതിനൊക്കെ പല രീതിയുണ്ട്. കവായത്തെയും ജേണലൊക്കെ ചെയ്യാൻ പറ്റിയ ഇതും അല്ലാത്ത എല്ലാ ജേണലും ചെയ്യാൻ പറ്റിയതുണ്ട്. ഇതാണ് എൻ്റെ ജേണൽ ബുക്ക്. ഇതിനകത്ത് തന്നെ ഒരു ബുക്ക് കവറും അവൈലബിൾ ആണ്. നമുക്ക് മാറ്റിയും നിങ്ങളിഷ്ടം കണക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഫസ്റ്റ് നമുക്ക് വരുന്നതുണ്ട്. എൻ്റെ ഫസ്റ്റ് ഉണ്ട് ഇച്ചിരി കൂടി വെറൈറ്റി ആയിട്ടുള്ള ഞാൻ രീതി ചെയ്യുന്നത്. പിന്നെ ഒരു ഫെബ്രുവരി ടു മാർച്ച് എന്നുള്ള രീതി, പിന്നെ ഒരു കവായ്, പിന്നെ ഒരു നൈറ്റ് വൈബ് രീതിയിൽ ചെയ്തു. അടുത്ത കണ്ടു ഇങ്ങനെ ചെക്ക് ലിസ്റ്റ് കണക്കൊക്കെ വന്നു. പിന്നെ ഒരു ലെറ്റർ ഞാൻ എഴുതി, മാർച്ചിൽ എഴുതിയതാണ്. പിന്നെ ഞാൻ ഇപ്പം വേറൊരു ജേണലും കൂടി ചെയ്യുന്നുണ്ട്. ഫസ്റ്റാണ് ഞാനിങ്ങനെ ഈ പാറ്റേൺ പേപ്പറില്ലേ, ഇത് പ്ലെയിനാണ് കേട്ടോ. ആ കളർ വരുന്ന രീതിയിലുള്ളതാണ് ഞാൻ എടുത്തത്. അപ്പോൾ അത് അതിൻ്റെ ഷേപ്പ് അനുസരിച്ച് വെട്ടിയിട്ട് ഞാൻ കീറി ഒട്ടിച്ചു. അടുത്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാർക്ക് ബ്ലൂ ഒന്ന് പർപ്പിൾ ഈ റൗണ്ട് ഷേപ്പിലുള്ള സ്റ്റിക്കറില്ലേ, അതും ഒട്ടിച്ചു. പിന്നെ നമുക്കിങ്ങനെ ഒരു കോഡ് സ്റ്റിക്കറുണ്ട്. ഇത് നമ്മൾ ഡാർക്ക് പേപ്പറിൽ വേണം ഒട്ടിക്കാൻ. പിന്നെ ഞാനതിലിപ്പം ഡാർക്ക് പേപ്പർ എക്സ്ട്രാ ഒട്ടിക്കണം, ഓൾറെഡി ഇത് ഒട്ടിച്ചതുകൊണ്ട് അതിൻ്റെ മണ്ടയിൽ കൂടി ഞാൻ ഒട്ടിച്ചു കൊടുത്തു. കണ്ടോ, കണക്ക് ഞാൻ ഇത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ചെക്ക് ലിസ്റ്റ് വയ്ക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് മാറ്റിയിട്ട് ആ സൈഡിലൊന്ന് മാറ്റിയിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ ഞാൻ ചെക്ക് ലിസ്റ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് അറ്റത്ത്. ഞാനൊരു തോട്ടൊക്കെ എഴുതാൻ വേണ്ടി ഒരു പേന എടുത്തൊക്കെ വരുന്നുണ്ട്. പക്ഷേ പിന്നെയാണ് മനസ്സിലായ പേന നിൽക്കിയിട്ടില്ലെന്ന്. അങ്ങനെ അവസാനം തോട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടോന്ന് കമൻറ്റ് ചെയ്യണം.